ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെ വെച്ചാൽ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് ഏകദേശം എൻ്റെ നാട്ടിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ഡിഫറൻ്റ് ഉള്ളൂ. പക്ഷേ ഞാനിതുവരെയായിട്ട് ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് തന്നെ വന്നത് അത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ചോലനായ്ക്കൾ വിഭാഗക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. പിന്നെ റെയിൻ ഫോറസ്റ്റ് എന്ന രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ കരുളായിൻ്റെ അടുത്ത് നിലമ്പൂരിൽ കരുളായിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിനാണ് ഇതിവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. നമുക്ക് ഇതിനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ വാഹനത്തിൽ, അത് 4 വീലാണെന്നുണ്ടെങ്കിലും 2 വീലർ ആണെങ്കിലും നമുക്ക് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ 2 വീലറും കൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. 2 വീലറിന് ഏകദേശം 30 രൂപ ടിക്കറ്റ്. പിന്നെ 2 പേരെ ടിക്കറ്റും കൂടിയിട്ട് 110 രൂപയാണ് ഞങ്ങൾക്ക് ടിക്കറ്റിനായി ചിലവായത്. കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളായതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരാൾക്ക് 6 വയസ്സാവുന്നേ ഉള്ളൂ. പിന്നെ ചെറിയ കുട്ടിക്ക് 5 വയസ്സായതുകൊണ്ട് കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കാടിനകത്തേക്ക് കയറി. കാടെന്ന് പറയുമ്പോൾ വളരെയധികം ലെങ്ത്തിൽ കിടക്കുന്ന വലിയൊരു കാടിനകത്തുകൂടെ തന്നെ നമ്മൾ പോണത്. പിന്നെ കുറച്ച് ദൂരം നമുക്ക് അങ്ങനെ സഞ്ചരിച്ചിട്ട് പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളെല്ലാം മുറിച്ചിട്ടത് കാണാം. ഇതെന്താണ്, ലേലത്തിനാണോ കൊടുക്കാനാണോ എന്നറിയില്ല. എന്നിട്ട് കുറച്ച് സഞ്ചരിച്ചതിന് ശേഷം ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടു. ഇനി ഇവിടെ പാർക്ക് ചെയ്ത് നോക്കാം ഇനി എന്താണെന്നുള്ളത്. അകത്തേക്ക് കയറിയപ്പോൾ ഞാനിങ്ങനെ ഒരു ബോർഡ് കണ്ടു. 1938 ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് എൻജിനീയർ ഇവിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ അടുത്ത് തന്നെ 2024 തന്നെ അവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മരിച്ച ഇംഗ്ലീഷുകാരൻ്റെ ശവകുടീരം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ശവകുടീരം നിങ്ങളെ കാണിക്കുക. ദൗസൻ സാഹിബ് എന്നാണ് അയാളെ പേര്. 1897 അദ്ദേഹം ജനിച്ചത്. മരിക്കുന്ന സമയത്ത് 1938 അദ്ദേഹം മരിച്ചത്. അപ്പോൾ അവിടെ തന്നെ അയാളെ ശവക്കല്ലറ അവിടെ തന്നെ അയാൾ അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കാണാനായിട്ടും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോളനികളിലേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. കുറച്ച് നടക്കുമ്പോൾ നമ്മളവിടെ ഒരുപാട് കോളനികൾ കാണാം. അപ്പോൾ വളരെ റയർ വിഭാഗത്തിൽപ്പെട്ട ചോലനായ്ക്കൾ വിഭാഗക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ വീടിനകത്തേക്കൊന്നും കയറാൻ അനുവാദമല്ല. ഇനിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആനപ്പന്തി. ആനപ്പന്തി എന്ന് പറയുമ്പോൾ പണ്ട് ആനകളൊക്കെ പിടിച്ചിട്ട് മെരിക്കാനും ഇണക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആനപ്പന്തി, അത് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആനകളെ മെരിക്കലും ഇണക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ആനകളൊന്നുമില്ല, മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആനപ്പന്തി ഇതൊക്കെ ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഇവിടെയൊക്കെ ആനകളൊക്കെ മെരിക്കുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരമായിരിക്കും. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ സമയത്ത് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു സ്മാരകം പോലെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഈ പാലം എത്രയോ പഴക്കമുള്ള പാലമാണ്. അങ്ങോട്ട് നോക്കിയ പാലത്തിൻ്റെ ഒരു പഴക്കം ബ്രിട്ടീഷുകാർ അന്ന് ഉണ്ടാക്കി വെച്ചതാണ്. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. കാരണം ഈ കാടിൻ്റെ നടുവിൽ എന്താ പറയുക,
ഇത്രയും കോളനിക്കാർക്ക് പോകാനുള്ള ഒരേ ഒരു ആശ്വാസം ഈ പാലാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല കോളനി, പോകാനുള്ള ഒരേ ഒരു ആശ്വാസം ഈ പാലാണ്. കാരണം ബ്രിട്ടീഷുകാർ ഒരുപാട് ഇതേപോലത്തെ പാലങ്ങൾ നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് ഇപ്പോഴും അതേ ഉറപ്പിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാണാനുണ്ട് ഇവിടെ. വന്യമൃഗങ്ങൾ അത്യാവശ്യം കാണാനില്ല, പക്ഷേ ഈ സമയമായതുകൊണ്ടാണെന്നറിയില്ല. അതുപോലെ നമ്മളെവിടെ ചോലനായ്ക്കൾ വിഭാഗത്തിൽപ്പെടുന്ന അത്യപൂർവം ആയിട്ടുള്ള ട്രൈബൽസാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ പ്രതിമകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കാടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇവിടെ ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കയറുന്നവരെ ബൈ.